2022 ഇക്വറ്റോറിയൽ ഗിനിയെ പിടിച്ചെടുത്ത ഹീറോയിക് ഐഡൻ എന്ന മാർഷൽ ഐലൻഡിന്റെ പതാകയുള്ള കപ്പലിലെ ജീവനക്കാർക്ക് വൻ നഷ്ടപരിഹാരം വിധിച്ച് ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ദ ലോ ഓഫ് ദ സീ. കപ്പലിലെ 26 ജീവനക്കാരിൽ 3 മലയാളികളടക്കം 16 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അനന്യ ലക്ഷ്മിയുണ്ട് വിവരങ്ങളുമായി. അനന്യ, ഇത് ഒരു ചരിത്രവിധിയാണ് എന്ന് പറയാം. ഇത് വലിയ വിവാദങ്ങൾക്കിടവെച്ചിരുന്നു, വലിയ നിയമലംഘനം നടത്തിയെന്ന ആക്ഷേപങ്ങൾ ഉയർന്നു. ഇപ്പോൾ വലിയ നഷ്ടപരിഹാര തുക അനുവദിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രവിധിയാണ് അന്താരാഷ്ട്ര കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. എന്താണ് അനന്യ വിശദാംശങ്ങൾ? തീർച്ചയായും ജി കെ, അന്താരാഷ്ട്ര കപ്പൽപാതകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിനോളം വരുന്ന നാവികർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതാണ് പുതിയ വിധി. അതായത് വിധിപ്രകാരം 2022 ഓഗസ്റ്റിൽ ഇക്വറ്റോറിയൽ ഗിനിയെ പിടിച്ചെടുത്ത ഹീറോയിക് ഐഡൻ കപ്പലിലെ ജീവനക്കാർക്ക് ഏകദേശം $18 കോടി നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഈ കപ്പലിൽ 16 ഇന്ത്യക്കാർ, അതായത് മുഴുവൻ ജീവനക്കാരിൽ 26 ജീവനക്കാരിൽ 16 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 മലയാളികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വസ്തുത. അതിൽ നമ്മുടെ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിസ്മയുടെ സഹോദരൻ കൊല്ലം സ്വദേശിയായ വിജിത് പി നായരും ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. ബാക്കിയുണ്ടായിരുന്ന 2 പേർ കപ്പലിലെ ഫസ്റ്റ് ഓഫീസറായിരുന്ന സനു ജോസ്, പിന്നെ കൊച്ചി സ്വദേശി മിൽട്ടൺ എന്നിവരുൾപ്പെടെ 3 മലയാളികളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. രാജ്യാന്തര സമുദ്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇക്വറ്റോറിയൽ ഗിനിയ കപ്പൽ പിടിച്ചെടുത്തതെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. മാത്രമല്ല, അന്താരാഷ്ട്ര കപ്പലുകളുടെ സ്വതന്ത്ര സഞ്ചാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഹീറോയിക് ഐഡൻ കപ്പൽ കടൽ കൊള്ളയിലോ എണ്ണ മോഷണത്തിലോ ഏർപ്പെട്ടിരുന്നു എന്നതിന് തെളിവില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ പ്രേക്ഷകരോട് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് 2022 ഈ എണ്ണക്കപ്പലിലെ ഇക്വറ്റോറിയൽ ഗിനിയ പിടികൂടിയത്, അവിടുത്തെ സൈന്യം പിടികൂടി. അതിനുശേഷം 2023 ഈ നാവികർ മോചിതരാകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അനന്യ, എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ അന്താരാഷ്ട്ര കോടതിയിൽ നിന്നുണ്ടാകുന്ന ഈ ചരിത്രവിധിയുടെ വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ ആദ്യം പുറത്തുവിട്ടതും 24 ആണ്. അനന്യ. അതെ, തീർച്ചയായും 24 ഇടപെടൽ എത്രത്തോളം മികച്ചതാണെന്ന് കപ്പലിൽ കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും വിജിത് പി നായരുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അവരുടെ ദുരിതം ആദ്യം അറിയിച്ചത് 24 ആണ്. അവരുടെ നമ്മുടെ ഇടപെടലിന് നന്ദി പറയുന്നുവെന്ന് വിജിത്തൊക്കെ അറിയിച്ചിരുന്നു ആ സമയത്ത്. ശരി, ഏതായാലും വലിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഒരു നീതി അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അവർക്ക് നഷ്ടപരിഹാര തുക അനുവദിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രവിധി വന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് അനന്യ ലക്ഷ്മി ബി ആണ് നമുക്ക് ഈ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.